രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന കേസിലെ പരാതിക്കാരിയുടെ വിവരങ്ങൾ വെളിപ്പെടുത്തിയെന്ന കേസിൽ രാഹുൽ ഈശ്വറിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കേസിൽ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യരെയും പ്രതി ചേർത്തു. 4ാം പ്രതിയാണ് സന്ദീപ്. കോൺഗ്രസ് നേതാവ് രഞ്ജിത പുളിക്കനെ 1ാം പ്രതിയും അഡ്വക്കേറ്റ് ദീപ ജോസഫ് 2ാം പ്രതിയുമാണ്. ഇവരുടെ അറസ്റ്റും വൈകാതെ ഉണ്ടായേക്കും. വിവരങ്ങളുമായി ഡാൻ കുര്യൻ ആണ് ചേരുന്നത്. ഡാൻ, നിലവിൽ പരാതിക്കാരിയുടെ അല്ലെങ്കിൽ അതിജീവിതയുടെ ഒരു തരത്തിലുമുള്ള വിശദാംശങ്ങളും പുറത്തുവിടരുത് എന്നതാണ് നമ്മുടെ നിയമ സംവിധാനങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. അതിനിടയിലായിരുന്നു പരാതിക്കാരിയുടെ ചില വിവരങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിലൂടെ പുറത്ത് ലോകത്തെ അറിയിച്ചത്. അതിൽ എന്തൊക്കെ നടപടികളാണ് പ്രതീക്ഷിക്കേണ്ടത്? ഏത് തരത്തിലുള്ള വകുപ്പുകളായിരിക്കും ചുമത്തപ്പെടാൻ സാധ്യത? എന്താണ് മറ്റു വിവരങ്ങൾ? സുപ്രീം കോടതിയുടെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചുകൊണ്ട് ലൈംഗിക ആരോപണ പരാതിയിൽ ഇരയായ യുവതിയുടെ ഐഡന്റിറ്റി, അവരുടെ മേൽവിലാസം, അവരുടെ ജോലി സ്ഥാപനം, അവരുടെ താമസ സ്ഥലം ഇതടക്കമുള്ള കാര്യങ്ങൾ പൊതുസമൂഹത്തിൽ പരസ്യപ്പെടുത്തുന്ന കുറ്റത്തിനാണ് ഇപ്പോൾ സൈബർ ക്രൈം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ 5 പേരെ പ്രതി ചേർത്തുകൊണ്ട് കേസ് എടുത്തിരിക്കുന്നത്. അതിൽ 4ാം പ്രതിയാണ് KPCCയുടെ ജനറൽ സെക്രട്ടറി കൂടിയായ സന്ദീപ് വാര്യർ. 5ാം പ്രതിയാണ് രാഹുൽ ഈശ്വർ. 1ാം പ്രതി പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് മഹിളാ കോൺഗ്രസിന്റെ നേതാവ് രഞ്ജിത പുളിക്കനാണ്. 2ാം പ്രതി അഡ്വക്കേറ്റ് ദീപ ജോസഫാണ്. 3ാം പ്രതിയും മറ്റൊരു ദീപ ജോസഫാണ്. ഇങ്ങനെ 5 പേരുടെ പേരുകൾ ചേർത്തുകൊണ്ടാണ് ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ പ്രാഥമിക നടപടി എന്നതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ സൈബർ ക്രൈം പോലീസ് കസ്റ്റഡിയിലെടുത്ത് AR ക്യാമ്പിൽ എത്തിച്ച് വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപക്ഷെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്കെതിരെയും സമാനമായ തരത്തിലുള്ള നടപടി ഉണ്ടാകാനാണ് സാധ്യത. അതായത് ഒരു ക്രിമിനൽ ഇന്റിമിഡേഷൻ, കുറ്റകരമായ ഒരു ഗൂഢാലോചന, ഇതുമായി ബന്ധപ്പെട്ട ഒരു കോൺസ്പിറസി നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലിലാണ് പോലീസ്. ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച സൂചനകൾ പുറത്തു വന്നിരുന്നു. കോൺഗ്രസിന്റെ ഡിജിറ്റൽ മീഡിയ സെല്ലിലെ ചില അംഗങ്ങൾ ഉൾപ്പെട്ട ഒരു പ്രത്യേക പ്ലാറ്റ്ഫോമിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഇരയുടെ പേരും മേൽവിലാസവും പൊതുസമൂഹത്തിൽ വെളിപ്പെടുത്തുന്ന തരത്തിലുള്ള ഇടപെടലുകൾ നടന്നത് എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. അതിന്റെ പശ്ചാത്തലത്തിലാണ് ക്രൈംബ്രാഞ്ച് മേധാവി ADGP H. വെങ്കടേഷ് ഓരോ ജില്ലയിലെയും ഉദ്യോഗസ്ഥർക്ക് സൈബർ അധിക്ഷേപം നടത്തുന്നവരെ അടിയന്തരമായി കണ്ടെത്താനും അറസ്റ്റ് ചെയ്യാനുമുള്ള നിർദ്ദേശം നൽകിയത്. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഇരയെ സമൂഹമധ്യത്തിൽ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ തുടർച്ചയായി സ്വന്തം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെയും മറ്റ് ദൃശ്യമാധ്യമങ്ങളിലൂടെയും നടത്തിക്കൊണ്ടിരുന്നുവെന്ന കുറ്റം ആരോപിച്ചാണ് അല്പസമയം മുമ്പ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് വലിയൊരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന വിലയിരുത്തലാണ് ക്രൈംബ്രാഞ്ച്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രൊഫഷണൽ PR സംഘമുണ്ട്. ആ സംഘത്തിന്റെ അഡ്മിന്മാരെ കേന്ദ്രീകരിച്ചുകൂടി പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവരാണ് ഈ ഇരയുടെ മേൽവിലാസം പരസ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതെന്ന വിലയിരുത്തലിലാണ് സൈബർ ക്രൈം പോലീസ് ഉള്ളത്. എന്തായാലും പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സൈബർ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇര നൽകിയിരിക്കുന്ന പരാതിയിൽ പ്രത്യേക അന്വേഷണ സംഘം തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഒരു വശത്ത് തുടരുന്നതിനിടയിലാണ് ഈ തന്നെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന തരത്തിൽ കുടുംബത്തെ അപമാനിക്കുന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തുകയാണ് എന്ന് ആരോപിച്ചുകൊണ്ട് യുവതി വീണ്ടും പരാതി നൽകിയത്. ആ പരാതിയിലാണ് സൈബർ ക്രൈം പോലീസ് മറ്റൊരു FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുകയും രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ കേസിലെ മറ്റ് പ്രതികളെയും വൈകാതെ തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കാനാണ് സാധ്യത. അതിനുവേണ്ടിയുള്ള പരിശോധന ആരംഭിച്ചതായാണ് വിവരം. തീർച്ചയായും ഈ അതിജീവിതയെ അപമാനിക്കുന്നു, അതിജീവിതയുടെ മറ്റു വിവരങ്ങൾ അടക്കം പുറം ലോകത്തെ അറിയിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിലിപ്പോൾ ഈ പ്രതിസ്ഥാനത്തേക്ക് വന്നവരുടെ ഒരു പട്ടിക പരിശോധിച്ചാൽ അതിൽ രാഹുൽ ഈശ്വറുണ്ട്. രാഹുൽ ഈശ്വർ പലപ്പോഴും ടെലിവിഷൻ ചർച്ചകളിലും മറ്റ് സാമൂഹിക വിഷയങ്ങളിലും ഒക്കെ ഇടപെടുന്ന ആളാണ്. ദീപ ജോസഫ് എന്നത് സുപ്രീം കോടതിയിലെ തന്നെ അഭിഭാഷക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സന്ദീപ് വാര്യരും പൊതുമണ്ഡലത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ നേതാവാണ്. നേരത്തെ BJP ആയിരുന്നു, ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗമാണ്. ഇങ്ങനെ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള ആളുകൾ കൂടിയാണ്. അപ്പോൾ അവരുടെ ഒരു പ്രതിരോധം ഇനി ഉണ്ടാകുമല്ലോ ഡാൻ. അതായത് തങ്ങൾ പറഞ്ഞതൊന്നും ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന ഒന്നല്ല. ഇതിൽ ഈ രാഹുൽ ഈശ്വറൊക്കെ തുടർച്ചയായി പറയുന്നുണ്ട് അതിജീവിതയ്ക്ക് മാത്രം പോരാ, രാഹുൽ മാങ്കൂട്ടത്തിനും നീതി ലഭിക്കേണ്ടതുണ്ട്. അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ അതിനുകൂടിയാണ് ഇവരുടെ പശ്ചാത്തലം പരസ്യമാക്കുന്നത്.
അപ്പോൾ ഇത്തരം കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ ഈ മേൽവിലാസം പുറത്തുവിടുന്നു എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അതായത് ഇതുമായി ബന്ധപ്പെട്ട് ഒരു വലിയ ഗൂഢാലോചന നടന്നുവെന്ന് ക്രൈംബ്രാഞ്ചും സൈബർ പോലീസും ഉറപ്പിക്കുന്നത് ഒരു കാരണം കൊണ്ടാണ്. കാരണം ഈ യുവതി പരാതി നൽകുന്ന ദിവസം രാവിലെ, അതായത് കഴിഞ്ഞ വ്യാഴാഴ്ച രാവിലെയാണ് അഡ്വക്കേറ്റ് ദീപ ജോസഫിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ ഭീഷണിയുടെ സ്വരമുള്ള ഒരു സന്ദേശം വരുന്നത്. ആ സന്ദേശത്തിൽ എല്ലാം ഇവിടം കൊണ്ട് അവസാനിപ്പിച്ചുകൊള്ളൂ, അല്ലെങ്കിൽ ഞാൻ ചിത്രങ്ങൾ സഹിതം പുറത്തുവിടും എന്നായിരുന്നു പരാമർശം. ആ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതിന് പിന്നാലെ അത് വ്യാപകമായി സൈബർ ഇടങ്ങളിൽ പ്രചരിക്കപ്പെട്ടു. സ്വാഭാവികമായി നമുക്കറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ അതിനുള്ളിൽ ഉള്ളടക്കം എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി മലയാളികൾക്ക് സൈബർ ഇടങ്ങളിൽ തിരയുന്ന ഒരു പതിവ് ക്യൂരിയോസിറ്റി ഉണ്ട്. അതങ്ങനെ തിരയുന്നതിനിടയിലാണ് വളരെ അപ്രതീക്ഷിതമായി യുവതി വൈകുന്നേരം പരാതി മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുന്നത്. പിന്നെ നടന്നത് സമാനതകളില്ലാത്ത സൈബർ അധിക്ഷേപവും സൈബർ ആക്രമണവുമാണ്. അവരെ വ്യക്തിഹത്യ ചെയ്യുന്ന തരത്തിൽ ഉള്ള വലിയ തരത്തിലുള്ള പ്രചാരണം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പ്രചാരണം നടക്കുന്നതിനിടയിലാണ് രാഹുൽ അനുകൂലികളുടെ ഒരു സൈബർ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഇരയെ ഏത് തരത്തിലാണ് അപമാനിക്കേണ്ടത്, അതിൽ എന്ത് പരാമർശങ്ങളാണ് ഉൾക്കൊള്ളിക്കേണ്ടത് എന്നതൊക്കെ കാണിച്ചുകൊണ്ടുള്ള ചില സ്ക്രീൻഷോട്ടുകൾ ഇതേ ഗ്രൂപ്പിൽ നിന്ന് തന്നെ ലീക്കായത്. അത് ലീക്കായി നേരെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് കൈവശം എത്തുകയായിരുന്നു. തുടർന്നാണ് ഇന്നലെ വൈകുന്നേരം ADGP എച്ച് വെങ്കടേഷ് ഇത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർക്ക് അടിയന്തര നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയത്. അതിനു പിന്നാലെ രാഹുൽ ഈശ്വർ ഇന്നും 2 പ്രകോപനപരമായ വീഡിയോകൾ അദ്ദേഹത്തിന്റെ പ്ലാറ്റ്ഫോമിലൂടെ എയർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇനി നടപടി വൈകിപ്പിച്ചാൽ അത് ഇരയെ കൂടുതൽ മാനസികമായി തളർത്തുന്ന തരത്തിലേക്ക്, അവരുടെ ഐഡന്റിറ്റി റിവീൽ ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ കടുത്ത നീക്കം ഇന്ന് തന്നെ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് വേണം പറയാൻ. അങ്ങനെയെങ്കിൽ സമാനമായ തരത്തിൽ പോസ്റ്റുകൾ പ്രചരിപ്പിച്ചവർക്കെതിരെയും വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ഈ പ്രചാരണം നടത്തിയവർക്കെതിരെയും അന്വേഷണമുണ്ടാകും. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വ്യക്തിപരമായി ഉയർന്ന ആക്ഷേപങ്ങളെ രാഷ്ട്രീയമായി ചേർത്തിണക്കി അതിനു പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്ന് വരുത്താനുള്ള ഒരു ബോധപൂർവമായ നീക്കം ഈ സൈബർ സംഘം നടത്തിയെന്നാണ് വിലയിരുത്തൽ. അതിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടിയുടെ പ്ലാറ്റ്ഫോമുകൾ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അങ്ങനെ ഒരു അപകടകരമായ സ്ഥിതിയിലാണ് കാര്യങ്ങൾ എന്ന വിലയിരുത്തലിലേക്ക് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയത്. അതുകൊണ്ട് തന്നെയാണ് ഒട്ടും വൈകിപ്പിക്കാതെ തന്നെ അതിനൊരു അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടെ ഇപ്പോൾ ഇങ്ങനെയൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ് ഇനി ബാക്കിയാകുന്നത്. 2 വർഷം തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റകരമായ അനാസ്ഥയാണ് ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇരയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രചരിപ്പിച്ചവർക്കെതിരെ ഉണ്ടാകുകയെന്നാണ് നിയമവിദഗ്ധരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങളാണ് ഡാൻ കുര്യൻ നൽകിയത്.